ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജു വാര്യർ ആദ്യമായി ദിലീപുമായി വേർപിരിയാനുള്ള കാര്യം വെളിപ്പെടുത്തി. അത് നിങ്ങളെല്ലാവരും കേട്ട് കാണും. അത് ഓരോന്ന് 1 by 1 ആയിട്ട് എല്ലാ യൂട്യൂബ് ചാനലിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിൽ എനിക്ക് പറയാൻ തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ദിലീപ് ഇതുപോലെ വേണമെങ്കിൽ കേൾക്കാത്തവർക്ക് വേണ്ടി ഞാൻ അത് ആദ്യം തൊട്ട് കാര്യങ്ങൾ പറയാം. കാരണം ദിലീപ് ഷൂട്ടിങ്ങിന് പോയ സമയത്ത് മഞ്ജു വാര്യർ വീട്ടിലിരിക്കുമ്പോൾ ദിലീപിൻ്റെ ഫോൺ എടുക്കാൻ മറന്നു ദിലീപ് ഷൂട്ടിങ്ങിന് പോകുമ്പോൾ. അപ്പോൾ ദിലീപിൻ്റെ ഫോണിലേക്ക് പല പല മെസ്സേജുകൾ വരുമ്പോൾ നോക്കിയപ്പോഴാണ് ഇത് കാവ്യമാധവൻ്റെ മെസ്സേജാണ്. പിന്നെ ആ മെസ്സേജ് വായിച്ചാൽ അറിയാലോ, ആ മെസ്സേജ് അത്രയ്ക്ക് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് തോന്നിയില്ല അവർക്ക്. അപ്പോൾ ദിലീപിനെ വിളിച്ചപ്പോൾ ദിലീപ് ഞാൻ ഷൂട്ടിങ്ങിലാണ് പറഞ്ഞ് സംസാരിച്ചില്ല. അത് കഴിഞ്ഞ് കാവ്യമാധവനെ വിളിക്കുകയാണ് മഞ്ജു വാര്യർ. കാരണം അവർ തമ്മിൽ അത്ര സൗഹൃദമുള്ള സമയമാണ്. കാവ്യമാധവനെ മഞ്ജു വാര്യർ വിളിച്ചപ്പോൾ കാവ്യമാധവനെ ഒഴിഞ്ഞു മാറുകയാണ്. അവസാനം കാവ്യമാധവൻ്റെ അമ്മയെ വിളിച്ച് സംസാരിക്കുകയാണ്. അപ്പോൾ കാവ്യമാധവൻ്റെ അമ്മയാണ് പറയണത്, ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളതിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. അവള് ആ സമയത്ത് മാരീഡ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ് കാവ്യമാധവൻ. അവസാനം അവൾ അവളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു, ഈ ബന്ധമൊക്കെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് കാവ്യമാധവൻ്റെ അമ്മ മഞ്ജു വാര്യരോട് പറയാണ്. അവസാനം മഞ്ജു വാര്യർ വിഷമിച്ചിട്ട്, മഞ്ജുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ്, അങ്ങനെ ഗീതു മോഹൻദാസിനെ കൂട്ടി സംയുക്തയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ സംയുക്തയുടെ വീട്ടിൽ പോയി സംസാരിക്കുമ്പോഴാണ് അവിടെ തൃശ്ശൂർ തന്നെയാണ് ഭാവനയുടെയും വീട്. അങ്ങനെ ഭാവനയെ കാണാൻ പോവാണ്. അപ്പോൾ ഭാവനയ്ക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷെ ഭാവന വിചാരിച്ചു വേണ്ട, വെറുതെ ഒരു കുടുംബജീവിതം നശിപ്പിക്കേണ്ട എന്ന് ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഭാവന പറയാൻ തയ്യാറായില്ല. അവസാനം ഭാവനയുടെ അച്ഛൻ ഇടപെട്ടിട്ട് എല്ലാ കാര്യവും തുറന്നു പറയാണ്. ഇവർ തമ്മിലുള്ള ബന്ധം കുറച്ച് എന്താ പറയുക, ഇതന്നെയാണ്, അവർ അവിഹിത ബന്ധം തന്നെയാണത്. അത് നമ്മുടെ ഭാവനയും പറയാണ്. അങ്ങനെ അത് അറിഞ്ഞ ശേഷം മഞ്ജു വാര്യർ ആകെ വിഷമിച്ച്, അറിയാലോ മഞ്ജു വാര്യർ വിഷമിച്ച്, ഒരു ഭർത്താവിന് ഒരു അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ഏത് ഭാര്യയ്ക്കാണ് വിഷമം ഇല്ലാണ്ടിരിക്കുക, പ്രത്യേകിച്ച് മഞ്ജുവിനെ പോലെ. കാരണം മഞ്ജുവിനെ പോലെ എന്ന് എടുത്തു പറയാൻ കാരണം, വീട്ടുകാരെയും കുടുംബക്കാരെയും ഉപേക്ഷിച്ച് ഒളിച്ചോടി വന്നതായിരുന്നു ദിലീപിൻ്റെ കൂടെ. കാരണം അത്രയും സ്നേഹിച്ച് വന്നതാണ്. ആ മഞ്ജുവിനെയാണ് ദിലീപ് ചതിച്ചത് അല്ലേ? കാരണം സാധാരണ അറേഞ്ച് മാരേജോ അല്ലെങ്കിൽ വീട്ടുകാർ ഇടപെട്ട് നടത്തിയ കല്യാണം ഒന്നുമല്ല. മഞ്ജു ഇഷ്ടപ്പെട്ട് അച്ഛനെയും അമ്മയും അറിയാതെ ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ച, രജിസ്റ്റർ മാരേജ് ചെയ്ത വിവാഹം അത്. അപ്പം അതുകൊണ്ട് ദിലീപ് തീർച്ചയായും മഞ്ജുവിൻ്റെ ഒപ്പം നിൽക്കേണ്ടതാണ്. കാരണം വീട്ടുകാരെ അടക്കം വളർത്തി വലുതാക്കി അമ്മയും അച്ഛനെ അടക്കം ഉപേക്ഷിച്ച് ഒരാളുടെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ ആളെ അത്രയും സ്നേഹിച്ചിട്ടാണല്ലോ ഒരു പെണ്ണ് വരിക. അത്രയും സ്നേഹിക്കുക മാത്രമല്ല, അയാളുടെ നിന്ന് ഒരുപാട് കെയറിങ്ങും ഒക്കെ പ്രതീക്ഷിച്ചിട്ടായിരിക്കും വരിക. ആ മനുഷ്യനാണ് ഇങ്ങനെ വഞ്ചിക്കണത്. അപ്പോൾ അത് എത്രത്തോളം വിഷമമായിരിക്കും ആ മഞ്ജു സഹിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം മഞ്ജു വന്നിട്ട് ദിലീപിൻ്റെ വീട്ടിലും ദിലീപിൻ്റെ പെങ്ങന്മാരെയൊക്കെ അറിയിക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അവസാനം 2 ദിവസം കഴിഞ്ഞ് ദിലീപ് ഷൂട്ടിങ് കഴിഞ്ഞ് വന്നപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദിലീപ് പറയണ, അതൊരു പൊട്ടി പെണ്ണാണ്, അവൾക്ക് അങ്ങനെ വെറുതെ മെസ്സേജ് അയക്കുന്നതാണ്, ആ മെസ്സേജിനെ കുറിച്ചൊന്നും അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് ദിലീപ് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അവസാനം പ്രശ്നങ്ങൾ കാരണം ഇങ്ങനൊരു വഞ്ചകൻ്റെ കൂടെ ഇരിക്കാൻ ഒരു സ്ത്രീ ആഗ്രഹിക്കില്ല. എന്നിട്ടും മഞ്ജു വാര്യർ മകൾക്ക് വേണ്ടിയിട്ടോ കുടുംബത്തിന് വേണ്ടിയിട്ടായിരിക്കാം കൂടെ വീണ്ടും ഇരുന്നത്. എന്നിട്ട് പറയേണ്ടത് ദിലീപാണ് ആദ്യം ഡിവേഴ്സിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അപ്പോഴും സ്ത്രീകൾ എന്താ വിചാരിക്കുക, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ എന്ത് ചെയ്യാനാ, ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് മഞ്ജു വാര്യർ പറഞ്ഞ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് അവർ ഡിവേഴ്സിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോഴും ആൾക്കാരെന്താ പറയുന്നത്, മഞ്ജു വാര്യർക്ക് ഒന്നും പറയാനില്ല, അതുകൊണ്ടാണ് മ്യൂച്വലായി പറഞ്ഞത്. ആദ്യം ദിലീപാണ് കേസ് കൊടുത്തത്, അപ്പം മഞ്ജു വാര്യരിലാണ് തെറ്റ്, അങ്ങനെ പറഞ്ഞ് വരുത്തി തീർക്കുകയാണ്. ഈ എന്താ പറയുക, വാദ്യ പ്രതിയാക്കുക പറയില്ലേ, അതുപോലെ ഓരോ ഇവരുണ്ടാവുമല്ലോ, അഡ്വക്കേറ്റുമാരുണ്ടാവുമല്ലോ, ആടിനെ കോഴിയാക്കണ ആൾക്കാർ. അങ്ങനെയുള്ള അഡ്വക്കേറ്റുമാരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ മഞ്ജുവിനെ മ്യൂച്വലായി കേസ് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു.
കൊടുത്തു കഴിഞ്ഞിട്ട് മഞ്ജു പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. ആദ്യമായിട്ടാണ് മഞ്ജു വാര്യർ ഇതെല്ലാം വെളിപ്പെടുത്തിയത് നമ്മൾ അറിയണത്. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. ഒരു സ്ത്രീക്ക് ഏറ്റവും ഉള്ളത് വിശ്വാസമാണ് അവളുടെ ഭർത്താവിൻ്റെ മേലെ. ആ വിശ്വാസം നഷ്ടപ്പെട്ടാൽ കഴിഞ്ഞു, പിന്നെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. മഞ്ജു ചെയ്തത് കറക്റ്റാണ്, നല്ല കാര്യമാണ്. എന്നിട്ട് ഈ ആള് ദിലീപ് കണ്ടില്ലേ, അപ്പോൾ അവർ തമ്മിൽ അവിഹിതം ഉണ്ടെന്നുള്ളത് ഉറപ്പ് തന്നെയല്ലേ. കല്യാണം കഴിഞ്ഞു, പിന്നെ 2 വർഷം കഴിഞ്ഞ് അവളെ കഴിക്കുകയും ചെയ്തു കല്യാണം. അവളാണെങ്കിൽ ആദ്യത്തെ കല്യാണത്തിൽ നിന്ന് ഡിവേഴ്സായി വരികയും ചെയ്തു. ആ ആദ്യം കല്യാണം കഴിച്ച വ്യക്തിയും പറഞ്ഞിട്ടുണ്ട് ഏത് സമയവും രാത്രി ദിലീപിനെ വിളിക്കുകയായിരുന്നു, സംസാരിക്കുകയായിരുന്നു എന്നൊക്കെ. എന്നിട്ടും എന്തിനിങ്ങനെ ഒരു വഞ്ചന ചെയ്തു എന്നുള്ളതാണ് ദിലീപ് ഞാൻ ഇപ്പോഴും ഓർക്കണത്. ഒരു സമയം 2 ഭാര്യ, എന്താ ഉദ്ദേശിച്ച അയാളെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എത്രത്തോളം ജനപ്രിയ നായകനാണെങ്കിലും മനസ്സ് അദ്ദേഹത്തിൻ്റെ വളരെ വൃത്തികെട്ട ഒരു ഹൃദയം കൊണ്ടാണ് അയാൾ നടക്കുന്നത്. അതായത് ആ ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ല പറഞ്ഞാൽ അവളെ പറഞ്ഞയക്കുക. അതായത് ഒരു ഭാര്യ ഇരിക്കുമ്പോൾ വേറൊരു പെണ്ണുമായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റണു അറിഞ്ഞൂടാ. ശരി, അവളോട് ഇഷ്ടം തോന്നുന്നില്ലെങ്കിൽ അന്നേ പറയായിരുന്നു എനിക്ക് നിന്റെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല, എനിക്ക് വേറൊരു പെൺകുട്ടിയോട് താല്പര്യമുണ്ട് പറഞ്ഞാൽ അവളെ ഒഴിഞ്ഞു മാറുക. അല്ലാതെ ഈ രണ്ടും കൂടി നടക്കാമെന്ന് വിചാരിച്ചതാണ് പ്രശ്നമായത്. എന്നിട്ട് അവസാനം കേസ് കൊടുത്തപ്പോൾ എല്ലാം മഞ്ജു വാര്യർ കറക്റ്റായിട്ട് കോടതിയിൽ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല, അവിടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വൈരാഗ്യം തീർക്കാനായിരിക്കാം ഭാവനയാണ് എല്ലാം പറഞ്ഞു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഭാവനയല്ല, മഞ്ജു വാര്യർക്ക് ആ ഫോണിൽ നിന്ന് വന്ന മെസ്സേജിൽ നിന്നാണ് മഞ്ജു വാര്യർ എല്ലാം മനസ്സിലാക്കിയത്, അല്ലാതെ ഭാവന പറഞ്ഞിട്ടല്ല മനസ്സിലാക്കിയത്. പക്ഷേ ഭാവനയും എന്തോ ഒരു ഗൾഫ് പ്രോഗ്രാമോ അമേരിക്ക പ്രോഗ്രാമോ എന്തിനോ പോയപ്പോൾ ഇവർ തമ്മിലുള്ള ആ ബന്ധം കണ്ടപ്പോൾ എല്ലാവർക്കും അവിടെ മനസ്സിലായിട്ടുണ്ട്. ആൾക്കാർ പറഞ്ഞിട്ട് റിമി ടോമിക്ക് അറിയായിരുന്നു, നമ്മുടെ ഭാവന, അങ്ങനെ അവിടെ ആ ടീമിലുള്ളവർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നുണ്ട്. എന്നിട്ടിപ്പോൾ ഭാവനയുടെ മേലെ ഇങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുക്കാനുള്ള കാരണം ഈ വൈരാഗ്യമായിരിക്കാം എന്നാണ് പറയണത്. അത് നമ്മൾ അതിനെക്കുറിച്ചല്ല ഞാനിപ്പോൾ ഇവിടെ പറയാൻ വരുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു കാര്യം, ദിലീപിനെ പോലെ ഇത്രയും ഒരു വൃത്തികെട്ടൊരു മനുഷ്യനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം ഒരു ഭാര്യനെ എങ്ങനെയും വഞ്ചിക്കാൻ പറ്റുമോ? അതോ കല്യാണം കഴിഞ്ഞ് പോയൊരു പെൺകുട്ടിയായിരുന്നു കാവ്യമാധവൻ. എന്നിട്ടാണ് ആ സമയത്താണ് വിളിച്ച് സംസാരിക്കണം. ആ കുട്ടിക്ക് ഒരു ജീവിതം ഇല്ലാതാക്കി. ഇപ്പം എന്തായി? ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ടും എന്താ കാവ്യമാധവന് എന്താ സമാധാനത്തിൽ പറ്റുമോ? കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തുടങ്ങിയില്ലേ കേസും കൂട്ടം, കോടതി വരാന്തി, പോലീസ് സ്റ്റേഷനും കയറി ഇറങ്ങല്. അതാ പറയണത്, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അത് കർമ്മ എന്ന് പറയുമല്ലോ, അത് തിരിച്ചു കിട്ടുന്നുള്ളത് കറക്റ്റായിട്ട് ഇവരുടെ ലൈഫിൽ മനസ്സിലാവണില്ലേ? അതായത് മഞ്ജു വാര്യരെ അത്രയും വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കർമ്മയാണ് ഇപ്പൊ ദിലീപിന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുണ്ടോ? മഞ്ജു വാര്യരുടെ കൂടെ താമസിക്കുമ്പോൾ എന്ത് മനസ്സമാധാനമായിരുന്നു, എത്ര നല്ല ഹിറ്റ് സിനിമകളായിരുന്നു. ജനപ്രിയ നായകൻ എന്നുള്ള ലേബല് കിട്ടിയത് തന്നെ അങ്ങനെയാണ്. മഞ്ജു വാര്യരുടെ ഐശ്വര്യമായിരുന്നു. അത് പോയില്ലേ, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു, തുടങ്ങി കേസ്, കൂട്ടം, കോടതി, പോലീസ് സ്റ്റേഷൻ, വരാന്ത പറഞ്ഞ് നടക്കല്. അതാണ് പറയണത്, നമ്മൾ ചെയ്യണത് നമുക്ക് എന്തായാലും ദൈവം അത് തിരിച്ചു തരും. അപ്പം അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഇത് കർമ്മ തന്നെയാണ്, കർമ്മ. മഞ്ജു വാര്യരുടെ ആ ഒരു വിഷമം, കാരണം എനിക്ക് ഇത് വീണ്ടും ഞാൻ അങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടി അമ്മയും അച്ഛനെ അടക്കം ഉപേക്ഷിച്ച് ഇറങ്ങി ഒരാളുടെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ അയാളെ എത്രമാത്രം സ്നേഹിച്ചിട്ടായിരിക്കും കൂടെ വരിക അല്ലേ? അതാ ഞാൻ ആലോചിക്കുന്നത്. ഒരു ഭർത്താവിനെ, ഒരു പുരുഷനെ ഇഷ്ടപ്പെട്ട് വരികയാണെങ്കിൽ അയാളുടെ അവൾ എന്തൊക്കെയാണ് അവളുടെ ലൈഫിൽ ജീവിതകാലം മുഴുവൻ ഇയാളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം, ഇയാളുടെ സ്നേഹം, ഇയാളുടെ കെയറിങ് എല്ലാം കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും കാലം വളർത്തിയ അമ്മയും അച്ഛനോടും കൂടി പറയാതെ ഓടി വരിക എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ആ മനുഷ്യനാണ് ഇവളെ വഞ്ചിക്കുന്നത്. അപ്പം അത് ഭയങ്കര വിഷമമായിരിക്കും. എങ്ങനെ മഞ്ജു വാര്യരൊക്കെ ജീവിച്ചു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അയ്യോ, നല്ലൊരു മനഃശക്തി ഉണ്ട് എന്തായാലും ആ കുട്ടിക്ക്. കാരണം ഇങ്ങനെ സഹിക്കാൻ പറ്റി എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നത്. എന്നിട്ടും ഇപ്പൊ കണ്ടില്ലേ മഞ്ജു വാര്യർ അയാളുടെ ഒരു ദിലീപുമായിട്ട് കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പുറത്ത് കണ്ടിട്ടേ ഇല്ല, 10-14 വർഷം. അതിനുശേഷം വീണ്ടും വന്നു. മഞ്ജു വാര്യരുടെ ജീവിതം ഇപ്പോൾ എത്ര അന്തസ്സായി മുന്നോട്ട് പോണു, എത്ര നല്ല ഹിറ്റ് സിനിമകൾ അഭിനയിക്കാൻ പറ്റി. അതാ പറയണ, ഈ ഒരു മനുഷ്യന്റെ കയ്യിൽ പെട്ടതോടുകൂടെ നശിച്ചു പോയതായിരുന്നു ജീവിതം. ഇപ്പോൾ വീണ്ടും പുറത്ത് വന്നതിന് ശേഷം വീണ്ടും നല്ല പോലെ നല്ല സ്റ്റാറായി, ലേഡി സൂപ്പർ സ്റ്റാറായിട്ട്
തിളങ്ങുകയാണ് ഇപ്പം മലയാള സിനിമയിൽ. നേരെ മറിച്ച് ഇപ്പോൾ കാവ്യമാധവൻ എന്തായി? ഇയാളെ കല്യാണം കഴിച്ചു, അങ്ങനെ കഷ്ടകാലത്തിൻ്റെ മേലെ കഷ്ടകാലമായി. കാരണം മനസ്സ് നന്നല്ല ദിലീപിൻ്റെ, സത്യം പറയണത്. ഇപ്പോഴാണ് മനസ്സിലാവണം. ഓരോരുത്തരും ഓരോ കഥകൾ പറയുമ്പോൾ ഇത്രയ്ക്കും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ മഞ്ജു വാര്യരുടെ ആ ഒരു തുറന്നു പറച്ചിൽ കേട്ടപ്പോൾ തോന്നുകയാണ്, ഇത്രത്തോളം ഇങ്ങനെ ഒരു നീചനായ മനുഷ്യനായിരുന്നോ ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ സിനിമയൊക്കെ കണ്ടിട്ടാണോ നമ്മളെല്ലാം പൊട്ടിച്ചിരിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമയിൽ അയ്യോ എന്തൊരു നല്ല അഭിനയമാണെങ്കിലും അമ്മ, പെങ്ങള്, സഹോദരി, ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര നല്ല ക്യാരക്ടറാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയും കൊണ്ട് ഇദ്ദേഹം നടക്കണമെന്ന് അറിയില്ലല്ലോ. എന്തായാലും നല്ലൊരു ആക്ടറാണ്, സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ജനപ്രിയ നായകൻ തന്നെ ആയിരുന്നു. അത്രയും നല്ല എല്ലാ വേഷവും അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം 101% ഡെഡിക്കേഷൻ കൊടുത്ത് അഭിനയിച്ച സിനിമകളായിരുന്നു. അത്രയും നല്ലത് സ്റ്റാറും ആയിരുന്നു. പക്ഷേ അയാളുടെ റിയൽ ലൈഫ് ഇത്രയും മോശമാവുമെന്ന് വിചാരിച്ചില്ല. ഇനിയിപ്പോൾ ബബ്ബബ്ബ ഇറങ്ങുമ്പോൾ പലരും പറയുന്നുണ്ട് ഞങ്ങൾ കാണില്ല, ചിത്രം ബഹിഷ്കരിക്കാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. ദിലീപാണ് ഇതിന് ആസൂത്രണം. ഈ ഒരു നടിയുടെ പിന്നാലെ കൊട്ടേഷൻ കൊടുത്ത് നടിയെ ഉപദ്രവിക്കാൻ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അതെന്തായാലും കോടതി തെളിയിക്കും, കാലം തെളിയിക്കും. കർമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് തെളിയിക്കും. അത്രേ പറയാനുള്ളൂ. എന്തായാലും മഞ്ജു വാര്യർ പറഞ്ഞ ആ ഒരു നടിക്കും ഈ ഒരു ഭാവന പറഞ്ഞ നടിക്കെല്ലാം അവർ ആഗ്രഹിക്കണ പോലെ അവരുടെ ലൈഫിൽ ഉയർച്ചയിൽ എത്താൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അത്രേ പറയാനുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.